പ്രിയപ്പെട്ട കുട്ടികളെ, +2 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പാർട്ട് 3. ഇതിൽ നമ്മൾ പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചാണ്. കുറേ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെൻട്രി എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 year to the next ഈസ് കോൾഡ് ഇൻവെൻട്രി. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡായി മാറിയിട്ടില്ല, മുഴുവനായിട്ടും പണി തീരാത്ത കുറേ ഗുഡ്സ്. അതുപോലെ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, പണി തീർന്നതാണ് പക്ഷേ വിൽക്കാൻ സാധിക്കാതെ നിൽക്കുന്നതാണ്. അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ്, ഉപയോഗിക്കാത്ത കുറേ അസംസ്കൃത വസ്തുക്കൾ. ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് ഒരു ഫേമിലുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഒരു ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവനായും വിൽക്കാൻ സാധിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഒരു ഫേമിൽ ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ബാക്കി വരുന്ന പകുതി പണി തീർന്ന സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, വിൽക്കാൻ സാധിക്കാതെ പല കാരണത്താൽ വിൽക്കാൻ സാധിക്കാത്ത അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഉപയോഗിക്കാത്ത റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ, ഇതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു ഫേം ഇത്തരത്തിലുള്ള ഇൻവെൻട്രികളെ ഒരു വർഷത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് അത് മാറ്റിവെക്കും, അടുത്ത വർഷം അത് ഉപയോഗിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദ സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ അൺയൂസ്ഡ് റോ മെറ്റീരിയൽസ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 year to the next ഈസ് കോൾഡ് ഇൻവെൻട്രി. ഒരു വർഷത്തിൽ ഇതെല്ലാം ബാക്കി വരികയാണെങ്കിൽ ഫേം അത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കും. ഇതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ ഫേമുകളിലും നമുക്ക് സന്ദർശിച്ചാൽ അറിയാൻ പറ്റും, ഉൽപാദക യൂണിറ്റുകളിൽ എല്ലാ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കുറേ റോ മെറ്റീരിയൽസ് ബാക്കി ഉണ്ടാവും, കുറേ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കും, കുറേ ഫിനിഷ്ഡ് ഗുഡ് തന്നെ വിൽക്കാൻ സാധിക്കാതെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഈ ഇൻവെൻട്രി അക്യുമുലേറ്റഡ് ഇൻവെൻട്രിയും ഡിക്യുമുലേറ്റഡ് ഇൻവെൻട്രിയുമായി മാറാം. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാണ്. 2019 ഒരു ഫേമിൽ 2019 അവസാനിച്ചപ്പോഴേക്കും 50 ലക്ഷം രൂപ മൂല്യമുള്ള ഇൻവെൻട്രി ആ ഫേമിലുണ്ട് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും ഈ ഫേം അടുത്ത വർഷത്തേക്ക്, അതായത് 2020 ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കും. 2020 ഈ ഇൻവെൻട്രിയും ഉപയോഗിക്കും. അതിന് പുറമെ 2020 പുതിയ റോ മെറ്റീരിയൽസും പുതിയ ഫിനിഷ്ഡ് ഗുഡ്സും നിർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ 2020 അവസാനമാകുമ്പോഴേക്കും വീണ്ടും അവിടെ ഇൻവെൻട്രി ഉണ്ടായി. ഈ ഇൻവെൻട്രി 50 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് 2020 തുടക്കത്തിൽ 50 ലക്ഷത്തിൻ്റെ ഇൻവെൻട്രിയാണ്, അതിനേക്കാൾ കൂടുതൽ ഒരു 70 ലക്ഷമാണ് 2020 അവസാനിപ്പിക്കുമ്പോഴേക്കുമുള്ള ഇൻവെൻട്രി എങ്കിൽ അതിനെയാണ് നമ്മൾ അക്യുമുലേറ്റഡ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇയർ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ഇൻവെൻട്രിയുടെ മൂല്യം ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് എൻ ഇയർ, ആ വർഷത്തിൻ്റെ ആദ്യത്തിലുണ്ടായ ഇൻവെൻട്രിയുടെ മൂല്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇൻവെൻട്രി ഹാവ് ഇൻക്രീസ്ഡ് ഓർ അക്യുമുലേറ്റഡ്. അക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാം അവിടെ ഇൻവെൻട്രി വർദ്ധിച്ചു. 2020 തുടക്കത്തിൽ 50 ലക്ഷമായിരുന്നു, ആ 2020 അവസാനിച്ചപ്പോഴേക്കും 70 ലക്ഷമായി കൂടി. അപ്പോൾ അവിടെ അക്യുമുലേറ്റഡ് ഇൻവെൻട്രിയാണ്. നേരെ തിരിച്ചാണെങ്കിൽ ഡിക്യുമുലേറ്റഡ് ഇൻവെൻട്രിയാണ്. ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ, അതായത് 2020 ആദ്യത്തിൽ 50 ലക്ഷം രൂപ മൂല്യമുള്ള ഇൻവെൻട്രി ഉണ്ടായിരുന്നു. എന്നാൽ 2020 അവസാനിക്കാറായപ്പോഴേക്കും അത് 30 ലക്ഷത്തിന് ഇൻവെൻട്രി ആയി കുറഞ്ഞു എങ്കിൽ അതിനെയാണ് നമ്മൾ ഡിക്യുമുലേറ്റഡ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഈസ് ലെസ് അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇയർ compared to the beginning of an year, we can say that inventory have decreased or decumulated എന്ന് പറയാം. അപ്പോൾ പല ഫേമുകളിലും അക്യുമുലേഷൻ ഉണ്ടാവാം, ഡിക്യുമുലേഷൻ ഉണ്ടാവാം. അക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ
ആ വർഷത്തിൻ്റെ ആദ്യത്തിലുള്ള ഇൻവെൻട്രിയേക്കാൾ കൂടുതലാണ് ആ വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ഇൻവെൻട്രി എങ്കിൽ അതിനെ അക്യുമുലേറ്റഡ് ഇൻവെൻട്രി എന്ന് പറയാം. എന്നാൽ ആ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെൻട്രിയേക്കാൾ കുറവാണ് അവസാനത്തിലുള്ള ഇൻവെൻട്രി എങ്കിൽ അതിനെ ഡിക്യുമുലേറ്റഡ് ഇൻവെൻട്രി എന്നും പറയുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഓഫ് എ ഫേം ഡ്യൂറിങ് ആൻ ഇയർ. ഒരു വർഷത്തിൽ ഒരു ഫേമിൻ്റെ ഇൻവെൻട്രിയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ 2020 ഇൻവെൻട്രിയിലുള്ള മാറ്റം കണ്ടുപിടിക്കാൻ 2020 എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കുക. അതിൽ നിന്ന് എത്രയാണ് വിറ്റുപോയത്, ബാക്കിയാണ് ഇൻവെൻട്രി. 2020 ഒരു 75 ലക്ഷം രൂപയുടെ പ്രൊഡക്ഷൻ നടന്നു. വിറ്റത് 50 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ബാക്കി 25 ലക്ഷം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആണ് ഡ്യൂറിങ് എൻ ഇയർ. ഈ വർഷത്തെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആണ്. കഴിഞ്ഞ വർഷത്തെ 50 ലക്ഷം അവിടെ ഉണ്ട്. ഈ വർഷം തന്നെ 25 ലക്ഷം ഇൻവെൻട്രി ആയിട്ട് അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാൻ ഒരു വർഷത്തെ ഫേമിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ആ വർഷത്തെ വിൽപ്പന കുറച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെൻട്രി കിട്ടും. ഇൻവെൻട്രി ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വേരിയബിൾ. ആ സ്റ്റോക്കും ഫ്ലോയും നമ്മൾ പറഞ്ഞതാണ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കും. 2020 അവസാനിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്ത് നമുക്ക് പറയാം 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഇൻവെൻട്രി ഉണ്ട് എന്നൊരു പോയിന്റ് ഓഫ് ടൈമിൽ പറയാം. എന്നാൽ ഇൻവെൻട്രി ഡ്യൂറിങ് ആൻ ഇയർ ഈസ് എ ഫ്ലോ വേരിയബിൾ. ഒരു വർഷത്തെ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലോ വേരിയബിൾ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇൻവെൻട്രി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് വേരിയബിളും, ഇൻവെൻട്രി ഡ്യൂറിങ് ആൻ ഇയർ ഒരു വർഷത്തെ ഒരു പീരീഡ് ഓഫ് ടൈം പറഞ്ഞാൽ അതിനെ നമുക്ക് ഫ്ലോ വേരിയബിൾ എന്നും പറയാം. അങ്ങനെ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ഇൻവെൻട്രി എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ഇൻവെൻട്രി കാണാൻ ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2020 അവസാനത്തിലുള്ള ഇൻവെൻട്രി കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ എത്രയാണ് ഇൻവെൻട്രി ഉണ്ടായിരുന്നത് നോക്കുക. 50 ലക്ഷമാണ്. അതിൻ്റെ കൂടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാം. അതായത് 2020 മാത്രമായിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് എത്ര വിറ്റു, ബാക്കിയുള്ളത്. അത് രണ്ടും കൂടിയും കൂട്ടിയാൽ നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തിലെ ഇൻവെൻട്രി കിട്ടും. അത് ഒരുപക്ഷെ അക്യുമുലേഷൻ ആവാം, ചിലപ്പോൾ ഡിക്യുമുലേഷൻ ആവാം. അതായത് ഈ വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തത് 70 ലക്ഷമാണ്, വിറ്റുപോയത് 100 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 50 നിന്ന് 30 കൂടി എടുത്തിട്ടുണ്ടാവും, ബാക്കി 20 ലക്ഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡിക്യുമുലേഷനും സംഭവിക്കാം, അക്യുമുലേഷനും സംഭവിക്കാം. ഈ ചേഞ്ച് ഇൻ ഇൻവെൻട്രി തന്നെ പ്ലാൻഡും അൺപ്ലാൻഡും ഉണ്ട്. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫേം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇൻവെൻട്രി ഉണ്ടാവണം, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കണം വിൽക്കുന്നത്, അപ്പോഴാണല്ലോ ഇൻവെൻട്രി ഉണ്ടാവുക. അപ്പോൾ 70 ലക്ഷത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 50 ലക്ഷം വിൽക്കാൻ പാടുള്ളൂ, ബാക്കി 20 ലക്ഷം പ്ലാൻ ചെയ്ത് ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ അൺപ്ലാൻഡ് ഉണ്ടാവാം. അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യാതെ ഒരു ഫേമിന് സംഭവിക്കുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ഫോൾ ഇൻ സെയിൽസ്, അപ്രതീക്ഷിതമായി വിൽപ്പനയിലുള്ള കുറവ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ ദ സെയിൽ, ചിലപ്പോൾ അമിതമായിട്ട് വിൽപ്പന ഉണ്ടാവുക, പ്രതീക്ഷിക്കാത്തതാണ്. അതിനെയാണ് അൺപ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് അൺപ്ലാൻഡ് ഇൻവെൻട്രി ഉണ്ടായിട്ടുണ്ടാവാം. എന്ന് വിചാരിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ഫോൾ ഇൻ സെയിൽസ്, പല ഫേമുകളിലും വിൽപ്പന ഇല്ലാതെ കുറേ ഇൻവെൻട്രി ഉണ്ടാവും. ഈ കോവിഡ് കാലത്ത് ഇൻവെൻട്രി കൂടുതലായിരിക്കും, കാരണം അൺഎക്സ്പെക്റ്റഡ്, അൺപ്ലാൻഡ് ആണ്, അത് പ്ലാൻ ചെയ്തതല്ല. അൺപ്ലാൻഡ് ആയിട്ടുള്ള വിൽപ്പനയിൽ കുറവ്, അല്ലെങ്കിൽ കൂടുതലും ആവാം, രണ്ടും അൺപ്ലാൻഡ് ആണ്. കുറവായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി പ്ലാൻഡും ഉണ്ട്, അൺപ്ലാൻഡും ഉണ്ട്, ആസൂത്രണം ചെയ്തതും ആസൂത്രണം ചെയ്യാത്തതും. ഇനി നമ്മൾ ഇത് വെച്ചൊരു ഉദാഹരണം, ഒരു പ്രോബ്ലം എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക. എ സൈക്കിൾ പ്രൊഡ്യൂസിംഗ് ഫേം സ്റ്റാർട്ടഡ് പ്രൊഡക്ഷൻ ഇൻ ദ കറന്റ് ഇയർ വിത്ത് ആൻ അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് 500 സൈക്കിൾസ്. ഒരു സൈക്കിൾ പ്രൊഡ്യൂസിംഗ് ഫേമാണ് ഈ വർഷം, കറന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ വർഷം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം വിൽക്കാത്ത 500 സൈക്കിൾ ഉണ്ട് ഈ വർഷം. അതായത് അൺസോൾഡ് സ്റ്റോക്കാണ്, കഴിഞ്ഞ വർഷം വിൽക്കാത്ത സ്റ്റോക്കാണ്. അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ച് വെച്ചതാണ് പക്ഷെ വിൽക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള 500 സൈക്കിൾസ് ഉണ്ട്.
ദ ഫേം പ്രൊഡ്യൂസ് 2000 സൈക്കിൾസ് ഡ്യൂറിങ് ദ ഇയർ. എന്നാൽ ഈ വർഷം അതിന് പുറമെ 2000 സൈക്കിളും പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് സോൾഡ് 1800 സൈക്കിൾസ്. എന്നിട്ട് ഈ വർഷം വിറ്റത് 1800 സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിൾ കമ്പനിയിൽ മൊത്തം എത്ര സൈക്കിളുണ്ട്? കഴിഞ്ഞ വർഷത്തെ 500 സൈക്കിളുണ്ട്, ഈ വർഷം ഉൽപ്പാദിപ്പിച്ച 2000 സൈക്കിളുണ്ട്. വിറ്റുപോയത് എത്രയാണ്? 1800 സൈക്കിളാണ്. അത് കേട്ടാൽ തന്നെ നമുക്കറിയാം, എല്ലാം കാണാൻ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷത്തിലെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആണ് ചോദിച്ചത്. നമുക്കറിയാം ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഡ്യൂറിങ് ദ ഇയർ കാണാൻ ഈ വർഷത്തെ പ്രൊഡക്ഷനിൽ നിന്ന് ഈ വർഷത്തെ വിൽപ്പന കുറച്ചാൽ മതി. ഈ വർഷത്തെ പ്രൊഡക്ഷൻ 2000 ആണ്, അതിൽ നിന്ന് വിറ്റത് 1800 ആണ്, ബാക്കി 200 ആണ് ഇവിടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൾസോ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ വർഷത്തിന്റെ അവസാനത്തിൽ നിന്ന് ടോട്ടൽ ഇൻവെൻട്രി എത്രയായിരിക്കും? ടോട്ടൽ ഇൻവെൻട്രി കാണാൻ നമുക്കറിയാം, ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഈ വർഷത്തിന്റെ ആദ്യത്തിലുള്ള ഇൻവെൻട്രി എത്രയാ നോക്കുക, ഈ വർഷം ഉണ്ടായ ചേഞ്ച് ഇൻ ഇൻവെൻട്രി നോക്കുക. ഈ വർഷം ഉണ്ടായ ചേഞ്ച് ഇൻ ഇൻവെൻട്രി 200 ആണ് എന്ന് നമ്മൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ 500 സൈക്കിൾ ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 500 പ്ലസ് ഈ വർഷത്തെ 200, അങ്ങനെ 700 സൈക്കിളാണ് ഇവിടെ ഇൻവെൻട്രി അവസാനം. ഒരു വർഷത്തിന്റെ അവസാനത്തിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് 700 സൈക്കിൾസ് ആണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണമാണ്, എ കാർ കമ്പനി സ്റ്റാർട്ട്സ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ വിത്ത് ദ 500 കാർസ്. ഒരു കാർ കമ്പനി പ്രൊഡക്ഷൻ തുടങ്ങുന്നത് 500 കാറുകൾ വെച്ചുകൊണ്ടാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 500 കാറുണ്ട്. ദ കമ്പനി പ്രൊഡ്യൂസസ് 2000 കാർസ് ദിസ് ഇയർ. ഈ വർഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000 കാർ പ്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് എക്സ്പെക്ട്സ് ടു സെൽ ഓൾ ദ കാർസ് പ്രൊഡ്യൂസ്ഡ് ദിസ് ഇയർ. അപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്ത കാറുകൾ മുഴുവനും വിൽക്കാൻ സാധിക്കും. ദ കമ്പനി സെൽസ് ഓൺലി 1600 കാർസ് ഡ്യൂ ടു ഇക്കണോമിക് റിസഷൻ. സാമ്പത്തിക മാന്ദ്യം കാരണം ഈ കമ്പനിക്ക് പ്രതീക്ഷിച്ച പോലെ വിൽക്കാൻ സാധിച്ചില്ല. 1600 കാർ മാത്രമേ വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷത്തെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി നമുക്കറിയാം. ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാൻ ഈ വർഷം എത്രയാണോ ഉൽപ്പാദിപ്പിച്ചത് അതിൽ നിന്ന് ഈ വർഷം എത്രയാണ് വിറ്റത് അത് കുറച്ചാൽ മതി. 2000 നിന്ന് 1600 കുറച്ചാൽ 400 എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ, വാട്ട് വാസ് ദ പ്ലാൻഡ് ഇൻവെൻട്രി ഹിയർ. ഇവിടെ പ്ലാൻ ചെയ്ത ഇൻവെൻട്രി എത്രയാണെന്നാണ്. കഴിഞ്ഞ വർഷത്തെ 500 കാറുണ്ട്. അപ്പോൾ ഈ ഫേം പ്രതീക്ഷിക്കുന്നത് ഈ വർഷം 2000 പ്രൊഡ്യൂസ് ചെയ്താൽ അത് മുഴുവൻ വിറ്റുപോകും. അങ്ങനെ 500 അവിടെ ഇൻവെൻട്രി ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. 500 അധികം അവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് 500 പ്ലാൻ ചെയ്ത് ഇൻവെൻട്രി ആക്കി വെച്ചതാണ്. ഫേം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 500 കാറുണ്ട്, ഈ വർഷം 2000 പ്രൊഡ്യൂസ് ചെയ്ത 2000 വിറ്റുപോകും, ബാക്കി 500 അവിടെ ഇൻവെൻട്രി ആക്കി വെച്ചതാണ്. അപ്പോൾ പ്ലാൻഡ് ഇൻവെൻട്രി എത്രയാണെന്ന് ചോദിച്ചാൽ 500 ആണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ വർഷത്തിന്റെ അവസാനത്തിലെ ഇൻവെൻട്രി എത്രയാണെന്നാണ് ചോദ്യം. കഴിഞ്ഞ വർഷത്തെ 500 ഉണ്ട്, ഈ വർഷത്തെ 400 ഉണ്ട്. അപ്പോൾ ആ 500ഉം 400ഉം കൂടിയും കൂട്ടിയാൽ 900 കാറുകൾ അവിടെ ഇൻവെൻട്രി ആയിട്ട് ഉണ്ട്. ഇനി ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ചേഞ്ച് ഇൻ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അവസാനം ഈ വർഷത്തിന്റെ അവസാനം ഉണ്ടായ ആ ഇൻവെൻട്രിക്ക് എന്താണ് പേര് പറയുക? നമുക്കറിയാം തുടക്കത്തിൽ 500 കാറാണ് ഉണ്ടായിരുന്നത്, ഈ വർഷം അവസാനിച്ചപ്പോഴേക്കും 900 കാറായി. അപ്പോൾ അക്യുമുലേഷനാണ്. എങ്ങനെയുള്ള അക്യുമുലേഷനാണ്? അൺപ്ലാൻഡ് അക്യുമുലേഷനാണ്. പ്ലാൻ ചെയ്യാതെയാണ്. ഇക്കണോമിക് റിസഷൻ കൊണ്ടാണ്, സാമ്പത്തിക മാന്ദ്യം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് വിളിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറീസ്. ഇൻവെസ്റ്റ്മെന്റ് എന്താ നമ്മൾ പഠിച്ചതാണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ മൂല്യത്തിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററീസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ. ഇൻവെന്ററികളെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെന്ററികളെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നു. നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സിന്റെ മൂല്യത്തിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്? എക്സ്പെൻഡിച്ചർ ഓഫ് ഫേംസ് ഇൻ മെഷീനറി, ഫാക്ടറി ബിൽഡിങ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഫേംസ് മെഷീനറിക്ക്, ഫാക്ടറി ബിൽഡിങ്ങിന്, എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ, ഇവയ്ക്ക് വേണ്ടി ചെലവാക്കുന്നതാണ് ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അടുത്തത് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫേം ഓൺ ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്താ നമുക്കറിയാലോ. അതിനുവേണ്ടി എത്രയാണോ ചെലവാക്കുന്നത് അതിനെയാണ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫേം ഓൺ ഇൻവെന്ററീസ്, അതായത് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്.
എക്സ്പെൻഡിച്ചർ ഓൺ ഹൗസിംഗ് ഫെസിലിറ്റീസ്, താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു ഫേം ചെലവാക്കുന്നതാണ് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ 3 കാറ്റഗറിയായി നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ പറയാം. ഇതൊക്കെ ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിന്റെ ഭാഗമായിട്ടാണ് ഈ 3 ഇൻവെസ്റ്റ്മെന്റും. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡിന്റെ മൂല്യമാണ്. ഇതൊക്കെ ഈ ഇൻവെന്ററികളൊക്കെ ക്യാപിറ്റൽ ആയിട്ടാണ്. ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റും ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ക്യാപിറ്റൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓർ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ്. രണ്ടും ഒന്നാണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ടിന്റെ, ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം. നമുക്കറിയാം ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ്. ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയുമാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കാണുക? നമ്മളിപ്പോൾ ഒരു പേന വാങ്ങി, ആ പേനയുടെ മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പേനയ്ക്ക് എത്രയാണോ വില കൊടുത്തത് അതാണ് അതിൻ്റെ മൂല്യം. നമ്മൾ ഒരു പേനയാണ് വാങ്ങിയത്, 5 രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ആ പേനയുടെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 5 രൂപ എന്ന് പറയും. 2 പേന നമ്മൾ വാങ്ങിയെന്നുണ്ടെങ്കിൽ ഈ 2 പേനകളുടെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 10 രൂപ എന്ന് പറയും. എങ്ങനെയാണ് നമ്മളത് കാണുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. നമ്മൾ 5 രൂപയുടെ 2 പേനയാണ് വാങ്ങിയത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അളവാണ് 2. ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്, നമ്മൾ അതിന് 5 രൂപയാണ് കൊടുത്തത്. അപ്പോൾ 2 ഇൻറ്റു 5 10 നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ഔട്ട്പുട്ടിൻ്റെ മൂല്യം കാണാൻ എപ്പോഴും ആ ഔട്ട്പുട്ടിൻ്റെ എണ്ണം ഗുണിക്കണം മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ മാർക്കറ്റിലെ വില. ഇനി നമുക്ക് വേറെ രീതിയിൽ പറയാം. ഒരു ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കാണുന്നത് ഒരു ഫേം എങ്ങനെയാണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ആ ഫേം ഉൽപ്പാദിപ്പിച്ച് വിറ്റ സാധനങ്ങളുടെ മൂല്യം പ്ലസ് വിൽക്കാതെ അവിടെ മാറ്റിവെച്ചിട്ടുള്ള ഇൻവെൻട്രി ഉണ്ടല്ലോ അതിൻ്റെ മൂല്യം, രണ്ടും കൂടി കൂട്ടിയതാണ് ആ ഫേമിൻ്റെ മൊത്തം ഔട്ട്പുട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം ഔട്ട്പുട്ടിൻ്റെ മൂല്യം കാണാൻ എന്താണ് ചെയ്യുക? ഓരോ ഔട്ട്പുട്ടിൻ്റെയും ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ആണ്. അതിന് പുറമേ പറയുന്നത് ഇപ്പോൾ 100 യൂണിറ്റ് ഔട്ട്പുട്ട് നിർമ്മിച്ചു ഒരു ഫേം, അതിൽ 60 എണ്ണം വിറ്റു, 40 എണ്ണം വിറ്റില്ല. എന്നാൽ ആ ഫേമിൻ്റെ മൊത്തം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 100ൻ്റെയും വാല്യൂ കാണണം, വിറ്റതിൻ്റെയും അവിടെ ബാക്കിയുള്ളതിൻ്റെയും. അതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ഇനി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിൻ്റെ ചെലവ്. നമ്മൾ 5 രൂപയ്ക്ക് ഒരു പേന വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പേന നിർമ്മിക്കാൻ 5 രൂപ ആ പ്രൊഡ്യൂസർക്ക് ചിലവായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 5 രൂപ അതിന് കൊടുക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവാണ്. എന്താണ് ആ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവുകൾ? എന്തൊക്കെയാണ്? ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ, അതായത് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണം, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. പിന്നെ ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വേജസ് ആൻഡ് സാലറീസ്, കൂലി കൊടുക്കണം, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം. ലാൻഡ് ഉപയോഗിച്ചാൽ റെൻറ്റ് കൊടുക്കണം. ക്യാപിറ്റൽ ഉപയോഗിച്ചാൽ ഇൻട്രസ്റ്റ് വേണം. ഓർഗനൈസർക്ക് പ്രോഫിറ്റ് വേണം. പ്ലസ് ഡിപ്രീസിയേഷൻ വേണം. എന്ന് പറഞ്ഞാൽ അവിടെ മെഷീനറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചാൽ അതിനുള്ള ചിലവ്. പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. പിന്നെ ഗവൺമെൻറ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ടാക്സ് കൊടുക്കണം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സാധനത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ 5 രൂപ കൊടുത്തൊരു പേന വാങ്ങിയെങ്കിൽ ആ 5 രൂപ എന്തെല്ലാം ചേർന്നതാണ്? ഈ പേന നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ലാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റ്, ലേബറെ ഉപയോഗിച്ചെങ്കിൽ വേജ്, ക്യാപിറ്റൽ ഉപയോഗിച്ചാൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ്, പ്ലസ് ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള തേയ്മാന ചെലവുകൾ, പ്ലസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട പരോക്ഷ നികുതികൾ. ഇതിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പറഞ്ഞത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കി വയ്ക്കുക. നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതിയാണ്. നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോഴും അതിൽ നികുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്.
ഗവൺമെൻറ് പല പ്രൊഡ്യൂസർക്കും സബ്സിഡി നൽകുന്നുണ്ട്. ഗവൺമെൻറ് ഇങ്ങോട്ട് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറയാണ് 2 രൂപ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. 1 രൂപ സബ്സിഡി ആയിട്ട് ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഫേം കൊടുക്കേണ്ടത് 1 രൂപയാണ്. ടാക്സ് ആയിട്ട് 2 രൂപ ഈടാക്കുന്നുണ്ട്, സബ്സിഡി 1 രൂപ കൊടുക്കുന്നെങ്കിൽ 2ൽ നിന്ന് 1 കുറച്ച് ബാക്കി 1 യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ടാക്സ്. അതിനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കൺസംഷനും റെന്റും വേജും ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇന്റർമീഡിയറ്റ് കൺസംഷൻ പ്ലസ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 4 ഫാക്ടേഴ്സ് ഉള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. 4 ഫാക്ടേഴ്സിനും കൊടുക്കുന്ന ചെലവിനെയാണ് നമ്മൾ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനെല്ലാം കൂടി ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു ഔട്ട്പുട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ നമുക്ക് പല രീതിയിൽ കാണാം. ഒന്ന്, ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ വിലയും തമ്മിൽ ഗുണിച്ചാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാം. ഒരു ഫേമിന്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ആ ഫേം ഉണ്ടാക്കി വിൽക്കുന്ന ഔട്ട്പുട്ടിന്റെ മൂല്യവും അവിടെ ഇൻവെന്ററി ആയിട്ടുള്ള ഔട്ട്പുട്ടിന്റെ മൂല്യവും ചേർന്നതാണ്. ഇനി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഫാക്ടർ കോസ്റ്റിന്റെ ബേസിൽ നമ്മൾ കണക്കാക്കേണ്ടതെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ കിട്ടുന്നതാണ്. ഇനി ഒരു ഉദാഹരണമാണ്. എ ഗാർമെന്റ്സ് യൂണിറ്റ് പ്രൊഡ്യൂസസ് 500 ഷർട്ട്സ് ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് ₹150 per shirt. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ഫേം. ഒരു ഗാർമെന്റ് യൂണിറ്റ്, ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് 500 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. വിൽക്കുന്നത് ഒരു ഷർട്ടിന് 150 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫേമിൻ്റെ മൊത്തം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫേമിൽ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, 500 ഷർട്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ഒരു ഷർട്ടിന് 150 രൂപയാണെങ്കിൽ 500 ഇൻറ്റു 150. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എത്രയാണ് അവിടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ 75,000 എന്ന് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ഉദാഹരണമാണ്. ദ ഫോളോയിങ് ഡാറ്റ ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. താഴെ കുറേ ഡാറ്റ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്റർമീഡിയറ്റ് കൺസംഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10,000 ആണ്. പിന്നെ വേജ് 5,000, റെന്റ് 500, ഇൻട്രസ്റ്റ് 600, പ്രോഫിറ്റ് 1,500, ഡിപ്രീസിയേഷൻ 750, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 300. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഇങ്ങനെ നമ്മളോട് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടർ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം ഉൽപ്പാദിപ്പിക്കാൻ, ഈ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ എത്രയാണ് ചിലവായത് എന്നാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കൂട്ടുക പ്ലസ് ഫാക്ടർ കോസ്റ്റ്, അതായത് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതെല്ലാം കൂടിയും കൂട്ടുക പ്ലസ് ഡിപ്രീസിയേഷൻ തേയ്മാന ചെലവ് കൂട്ടുക പ്ലസ് 300 നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇതെല്ലാം കൂടി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഇന്റർമീഡിയറ്റ് കൺസംഷൻ പ്ലസ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതെല്ലാം കൂടി കൂട്ടി അവസാനം നമുക്ക് 18,650 എന്ന ആൻസർ കിട്ടി. ഇങ്ങനെയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണുക. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഔട്ട്പുട്ടിൻ്റെ മൂല്യം കാണാനുണ്ടായിരിക്കും. അത് ഏത് രീതിയിലാണ് കാണുന്നത്, നമുക്ക് ഏത് രീതിയിലുള്ള ഡാറ്റയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണേണ്ടത്.